ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ തമിഴ് ബിഗ് ബോസിനെ കുറിച്ചാണ്. തമിഴ് ബിഗ് ബോസിൽ കമലഹാസൻ സാറിന്റെ സ്ഥാനത്ത് ആരാണ്? രജനീകാന്ത് സാറാണോ? വിജയ് ആണോ? ആരായിരിക്കും? ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എനിക്കത് കൺഫേം അല്ല, എന്നാലും ഞാനത് പറയാം. പറഞ്ഞ് കേൾക്കുന്ന പേരാണ് ഞാനിപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. കൂടുതലും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക്. തമിഴ് ബിഗ് ബോസ്, മലയാളം ബിഗ് ബോസിനെ പോലെ തമിഴ് ബിഗ് ബോസ് മലയാളത്തൊക്കെ കൂടുതൽ ഹിറ്റാണ്. ഇപ്പൊ തമിഴ് ബിഗ് ബോസ് സീസൺ 8 ആണ് നടക്കുന്നത്. ഒക്ടോബറിൽ അതിന്റെ ഇതാണ്. അതിന്റെ ലോഗൊന്നും ആയിട്ടില്ല, എന്തൊക്കെയോ ഇതാണ്. അത് കമലഹാസൻ സാർ മാറിയെന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് വന്നിരിക്കുന്ന അതിൽ ആങ്കർ അല്ലെങ്കിൽ ആരായിരിക്കും? വിജയ് സേതുപതിയുടെ പേരാണ് കേൾക്കുന്നത്. വിജയ് സേതുപതി വന്നാൽ കമൽഹാസൻ സാറെ പോലെ തന്നെ ഒന്നും കൂടെ പൊളിക്കും. വിജയ് സേതുപതിക്ക് അത് നല്ല ആങ്കറിംഗ് ഒക്കെ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പുള്ളി അതുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ പുള്ളി വരട്ടെ എന്നാണ് പ്രാർത്ഥന. ഇപ്പം നമുക്ക് കേൾക്കാൻ സാധിച്ച പേര് വിജയ് സേതുപതിയുടെ പേരാണ് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ പല ആളുകളോട് ചോദിച്ചു, കമലഹാസൻ സാർ ഇല്ലല്ലോ ബ്രോ, പുള്ളിയുടെ സ്ഥാനത്ത് ആരായിരിക്കും എന്ന് പറയുമോ എന്ന്. അത് പുതിയ അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കത് കൺഫേം ആയിട്ടില്ല, പക്ഷെ ഓരോ ഇത് വന്നുള്ളൂ, ഓരോരുത്തരുടെ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ തമിഴിനെ കുറിച്ച്. അപ്പൊ അത് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ പേര് വിജയ് സേതുപതിയാണ്. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് സിനിമകളിലൂടെ ഒക്കെ നമ്മുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന മഹാനടനാണ് വിജയ് സേതുപതി. ഈ വിജയ് സേതുപതി വരുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കമലഹാസൻ സാറില്ലാത്തതിൻ്റെ ആ ഒരു വിടവ് നികത്താൻ പറ്റും തമിഴിൽ. അപ്പോൾ അത് എന്താണ് കൂടുതൽ ഇതേക്കുറിച്ച് കൺഫേം ആയ ഇത് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ച പേര് നമ്മുടെ വിജയ് സേതുപതി. ഇനി ഇദ്ദേഹമാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് നമുക്കത് കൺഫേം ആയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ബിഗ് ബോസ് പോകും എന്ന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നുണ്ട്. അപ്പോൾ വിജയ് സേതുപതി വരട്ടെ. വിജയ് സേതുപതി വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ബിഗ് ബോസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത് എങ്ങനെയാണ് പുള്ളി അതേക്കുറിച്ച് നയിക്കുന്നത് എന്നൊക്കെ നമുക്ക് അതേക്കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഓരോന്നിപ്പം നമ്മൾ കമലഹാസൻ സാറിനെ നമ്മളിപ്പോൾ 7 വർഷമായി നമ്മൾ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് ബിഗ് ബോസ് മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് വിജയ് സേതുപതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിലാണല്ലോ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഓരോ ആങ്കർ വരുമ്പോൾ അല്ലെ ഓരോ സിനിമാണന്മാർ ആങ്കർ അവരുടേതായ രീതിയിലാണ് അവരിപ്പം. കമലഹാസൻ സാറിന്റെ രീതിയല്ല മോഹൻലാൽ സാറിന്റെ, അപ്പൊ ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളും അവരുടെയൊക്കെ ചിലർ ദേഷ്യപ്പെടുന്നവരുണ്ട്, ചിലർ ദേഷ്യപ്പെടാത്തവരുണ്ട്, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. അപ്പം വിജയ് സേതുപതി വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും, അത് എങ്ങനെയായിരിക്കും അത് അവതരിപ്പിക്കുക എന്നതും ആരാധകരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിജയ് സേതുപതി വരട്ടെ എന്ന് ഞാനും ഇത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം താങ്ക് യു, ബൈ ബൈ.